ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 0 to π/2 റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഉപയോഗിച്ച സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. എന്തായിരുന്നു അത്? 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തിനോട് ഈക്വൽ ആണ്? അവിടെ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എ മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് ആയിരിക്കും. എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് ഐ എന്ന് കൊടുക്കാം. അതിനുശേഷം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ഐ എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എ മൈനസ് എക്സ് എന്തായിരിക്കും? π/2 മൈനസ് എക്സ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ 0 to π/2 റൂട്ട് ഓഫ് സൈൻ എക്സ്, റൂട്ട് ഓഫ് സൈൻ എക്സിൻ്റെ പ്ലേസിൽ എന്തായിരിക്കും വരിക? π/2 മൈനസ് എക്സ് അഗെയിൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വീണ്ടും സൈൻ എക്സ് സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ് എന്തായിരിക്കും? കോസ് എക്സിന് പകരം അഗെയിൻ π/2 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 0 to π/2 റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ്. എന്താണ് സൈൻ π/2 മൈനസ് എക്സ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ π/2 മൈനസ് എക്സ് എന്താ? കോസ് എക്സ് അഗൈൻ റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് എക്സ് എന്താ? സൈൻ എക്സ് ഡി എക്സ്. ഇത് നേരത്തെ പോലെ തന്നെ രണ്ട് ഐയും കൂടെ ആഡ് ചെയ്ത് ഐ പ്ലസ് ഐ ഈക്വൽ എന്തായിരിക്കും? 0 to π/2 റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ് പ്ലസ് സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഐ എന്താണ്? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഐ 0 to π/2 റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. ഇനി ഈ രണ്ട് ഡിനോമിനേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ടും സെയിം ആണെന്നുള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 0 to π/2 റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അല്ലേ? സെക്കൻഡിൻ്റെ ന്യൂമറേറ്റർ എന്താണ്? റൂട്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണ്, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു വരും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. ഇൻ്റഗ്രൽ 0 to π/2 1 ഡി എക്സ്. നേരത്തെ സെയിം രീതിയിലേക്ക് മാറി. 1നെ ഇൻ്റഗ്രേറ്റിൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എക്സ്. അതിന് അപ്പർ ലിമിറ്റ് π/2 ലോവർ ലിമിറ്റ് 0. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു π/2. സോ 2i ഈക്വൽ ടു π/2. സെയിം ഐ എന്തായിരിക്കും വരിക? π/2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്താണ്? π/4. അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി മാറുന്നു.